CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്കും മറ്റും പോകേണ്ടി വന്നതുകൊണ്ട് ആ മേഖലയിലുള്ള സഖാക്കൾക്ക് ഇന്നലത്തെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ രണ്ട് സംഭവങ്ങളിലും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ദേഹവിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി ഇന്നലെ ചേർന്നത്. ഇന്നിപ്പോൾ കാലവർഷക്കെടുതി സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണക്കിലെടുത്ത് ദുരന്ത മേഖലയിൽ ആശ്വാസ പ്രവർത്തനത്തിനു വേണ്ടി പാർട്ടി മെമ്പർമാരാകെ രംഗത്തിറങ്ങണം. വർഗമോചന സംഘടനകളും ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ സജീവമായി മുന്നിട്ടിറങ്ങണമെന്ന് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം നൽകിയിരിക്കുകയാണ്. ദുരന്ത മേഖലകളിലുള്ള പ്രവർത്തകന്മാർ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്നും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം COVID-19 പ്രതിരോധ പ്രവർത്തനത്തിൽ യാതൊരുവിധ അലംഭാവവും ഉണ്ടാകാൻ പാടില്ല എന്ന് എല്ലാ പാർട്ടി ഘടകങ്ങൾക്കും നിർദ്ദേശം കൊടുക്കാൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന ജാഗ്രത ചില പ്രദേശങ്ങളിൽ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഗൗരവമായി കണക്കിലെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ ഈ കാര്യത്തിൽ ബോധവൽക്കരിക്കാനും അതിലിടപെടാനും എല്ലാ പ്രദേശത്തും ജനങ്ങൾക്കൊപ്പം നിന്ന് പാർട്ടി സഖാക്കൾ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുക്കണം. ആരോഗ്യ പ്രവർത്തകന്മാർക്ക് എല്ലാവിധ സഹായവും നൽകാൻ തയ്യാറാവണം. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഓരോ വാർഡ് തലത്തിൽ തന്നെ ഇത്തരം പ്രവർത്തനത്തിൽ കേന്ദ്രീകരിക്കാൻ മുൻകൈയെടുക്കണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം രാഷ്ട്രീയ സ്ഥിതിഗതികളെ സംബന്ധിച്ച് പരിശോധിക്കുകയുണ്ടായി. പാർട്ടി കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗമാണിത്. ഓൺലൈനായി ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൻ്റെ തീരുമാനങ്ങൾ പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് എസ് രാമേന്ദ്രൻപിള്ള യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ ആഹ്വാനം ചെയ്ത പ്രചരണ പരിപാടികൾ കേരളത്തിൽ നടപ്പാക്കേണ്ടതിനെ സംബന്ധിച്ചും സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുകയുണ്ടായി. ദേശീയ തലത്തിൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കോർപ്പറേറ്റ് വൽക്കരണ നയം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി എല്ലാ മേഖലകളും ബഹുരാഷ്ട്ര കുത്തകകൾക്കും വൻകിട മുതലാളിമാർക്കും തുറന്നിട്ട് കൊടുക്കാനാണ് കേന്ദ്രം ഉദ്ദേശിക്കുന്നത്. ധാതുസമ്പത്തുകൾ പോലും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്ന നയം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു കഴിഞ്ഞു. വിമാനത്താവളങ്ങളും റെയിൽവേയും എല്ലാം സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കുക എന്ന തീരുമാനത്തിലാണിപ്പോൾ കേന്ദ്രം എത്തിയിരിക്കുന്നത്. COVID-19 മറവിൽ ശക്തമായ കോർപ്പറേറ്റ് വൽക്കരണത്തിനാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു ഉത്തരവ് വളരെയധികം പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒരു ഉത്തരവ് കേന്ദ്ര ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് EIA എൻവയറമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ്, പാരിസ്ഥിതിക ആഘാത വിലയിരുത്തൽ. അത് നടപ്പാക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനത്തിനും പരിസ്ഥിതിയുടെ അനുമതി
ആവശ്യമില്ലാതായിട്ട് വരും. പരിസ്ഥിതി ആഘാതം ഓരോ നിർമ്മാണ പ്രവർത്തനത്തിലും എത്രത്തോളം ഉണ്ട് എന്നതിന് പരിശോധിക്കേണ്ടതില്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വ്യവസായ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുമ്പോൾ പാരിസ്ഥിതിക ആഘാതമുണ്ടോ എന്ന പഠനം ഇനി ആവശ്യമില്ല എന്ന സമീപനം കേന്ദ്രം കൈക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ആദിവാസി മേഖലകളിൽ പദ്ധതികൾ ആരംഭിക്കുമ്പോൾ ആദിവാസി ജനസമൂഹം അധിവസിക്കുന്ന ആദിവാസി പഞ്ചായത്തുകൾ ST പഞ്ചായത്തുകളുടെ അനുമതി വാങ്ങണം എന്ന നിബന്ധന ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വനമേഖലയിൽ ഉൾപ്പെടെ ഏത് സംരംഭവും ആരംഭിക്കുമ്പോൾ പാരിസ്ഥിതിക ആഘാത പഠനത്തിൻ്റെ ആവശ്യമില്ല എന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഉത്തരവ് വലിയ തോതിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് കോട്ടമുണ്ടാക്കുന്നതാണ്. കേന്ദ്രത്തിൻ്റെ ഈ ഉത്തരവ് തിരുത്തണം. അത് സംസ്ഥാന ഗവൺമെൻറ് ഇടപെടണം. കേരളത്തിൻ്റെ വ്യത്യസ്ത അഭിപ്രായം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കണം എന്നുള്ളതാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ ഓരോ മേഖലയിലും കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയങ്ങളെല്ലാം നമ്മുടെ രാജ്യത്തെ വൻകിട കുത്തകൾക്ക് യഥേഷ്ടം ധനമൂലധനത്തിന് രാജ്യം പിടിച്ചുകൊണ്ടുള്ള സൃഷ്ടിക്കുക എന്ന ഉദ്ദേശമാണ് ഇപ്പോൾ രാജ്യത്ത് നടപ്പാക്കുകയാണ്. അതിൻ്റെ കൂടി ഭാഗമാണ് രാമക്ഷേത്ര നിർമ്മാണത്തിൽ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന സമീപനം. യഥാർത്ഥത്തിൽ രാമക്ഷേത്ര നിർമ്മാണം അത് സംബന്ധിച്ച് ധാരാളം കേസുകൾ നടക്കുകയും നിരവധി ചർച്ചകൾ രാജ്യത്ത് നടക്കുകയും ചെയ്ത ഒരു വിഷയമാണ്. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി വിധിയുടെ പോലും ലംഘനമാണ് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി ശിലയിട്ടുകൊണ്ട് പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന സമീപനം. ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ചുമതല ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ മതനിരപേക്ഷ സ്വഭാവത്തിൻ്റെ നിഷേധിക്കലാണ്. ക്ഷേത്ര നിർമ്മാണം ട്രസ്റ്റ് നടത്തണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ആ സുപ്രീം കോടതി നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും സാന്നിധ്യത്തിൽ ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി പ്രധാനമന്ത്രി ശിലയിട്ടിരിക്കുന്നത്. ഭരണകൂടവും മതവും രണ്ട് ഘടകങ്ങളായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഇവിടെ ഭരണകൂടവും മതവും ഒന്നിച്ചേർന്നിരിക്കുകയാണ്. ഇത് വളരെ ആപൽക്കരമായ അവസ്ഥയാണ് രാജ്യത്ത് സൃഷ്ടിക്കാൻ പോകുന്നത്. ബാബറി മസ്ജിദ് തകർത്ത സംഭവം സംബന്ധിച്ച് അതിന് ഭൂമിപൂജ അവിടെ തന്നെ നടത്തുക വഴി ആ ബാബറി മസ്ജിദ് തകർത്ത സംഭവത്തിന് മുൻകാല പ്രാബല്യത്തോടെ ന്യായീകരണം കൊടുക്കുകയാണ് പ്രധാനമന്ത്രിയുടെ നടപടി വഴി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് രാജ്യത്തിലെ മതനിരപേക്ഷ ശക്തികളിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൽ കോൺഗ്രസ് പാർട്ടി BJP സ്വീകരിക്കുന്ന ഈ സമീപനത്തെ അതിൻ്റെ അർത്ഥത്തിൽ എതിർക്കാനോ അതിനെതിരായി മതനിരപേക്ഷ ശക്തികളെ അണിനിരത്താനോ ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് പാർട്ടി സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. രാമൻ്റെ പേരിൽ എവിടെയെങ്കിലും ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ഇവിടെ ആരും എതിരല്ല. ശ്രീരാമൻ്റെ പേരിൽ എത്രയോ ക്ഷേത്രങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. എന്നാൽ ഒരു ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവം. അത് ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കുക. ആ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ചുമതല സുപ്രീം കോടതി ട്രസ്റ്റിനെ ഏൽപ്പിച്ചത് അതിൽ നിന്ന് മാറ്റി ഗവൺമെൻറ് തന്നെ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുക. ഇതാണ് ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന നടപടി. ഇതിനെ എതിർക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി തയ്യാറായില്ല? ഇത് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്ന മൃദു ഹിന്ദുത്വ സമീപനം അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. കോൺഗ്രസ് പാർട്ടി ആദ്യം മുതൽ തന്നെ
രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ, ബാബറി മസ്ജിദ് പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും മൃദു ഹിന്ദുത്വ സമീപനമാണ് മുൻകാലത്ത് തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ച സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായ സമീപനമാണ് രാജീവ് ഗാന്ധി മുതലുള്ള ഭരണാധികാരികൾ സ്വീകരിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു ഉയർന്ന രൂപമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സന്ദർഭത്തിലാണ് അവിടെ വിശ്വ ഹിന്ദു പരിഷത്തിന് ശിലാന്യാസത്തിനുള്ള അനുമതി കൊടുത്തിരുന്നത്. 1989 രാജീവ് ഗാന്ധി ഇലക്ഷൻ പ്രചരണം തുടങ്ങിയത് അയോധ്യയിൽ നിന്നായിരുന്നു. അത് RSSുമായി ചേർന്ന് നടത്തിയിട്ടുള്ള, വിശ്വ ഹിന്ദു പരിഷത്തുമായി ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഒത്തുകളിയുടെ ഭാഗമായിരുന്നു അന്ന് സ്വീകരിച്ച സമീപനം. ഇത് നേരത്തെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ച സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ പാരമ്പര്യം ഇന്ന് കോൺഗ്രസ് ഉപേക്ഷിച്ചിരിക്കുകയാണ്. നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ബാബറി മസ്ജിദിനകത്ത് തന്നെ പ്രതിമകൾ ഒളിച്ചു കടത്തി സ്ഥാപിച്ചപ്പോൾ, ശ്രീരാമൻ്റെയും മറ്റും പ്രതിമകൾ സ്ഥാപിച്ചപ്പോൾ നെഹ്റു ഇടപെട്ട് ആ പ്രതിമകൾ അവിടെ നിന്ന് എടുത്തു മാറ്റാനായിരുന്നു നിർദ്ദേശം കൊടുത്തത്. അത്തരം ധീരമായ നിലപാടുകൾ സ്വീകരിച്ചൊരു പാരമ്പര്യം, മതനിരപേക്ഷ പാരമ്പര്യം ഇന്ത്യയിലെ കോൺഗ്രസിനും കേന്ദ്ര ഭരണകൂടത്തിനും ഉണ്ടായിരുന്നു. മതത്തെ വേർതിരിച്ച് നിർത്തുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസും ആ ഘട്ടത്തിൽ സ്വീകരിച്ച സമീപനം. സോമനാഥ ക്ഷേത്രം പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചപ്പോൾ അതിൽ പങ്കെടുക്കണമെന്ന് അന്നത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അതിൽ പങ്കെടുത്തില്ല. അത് സർദാർ വല്ലഭഭായ് പട്ടേലിൻ്റെ നിർദ്ദേശമുണ്ടായിട്ട് പോലും നെഹ്റു ആ പരിപാടിയിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അന്നത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചു. നെഹ്റു അത് തടഞ്ഞു. മതവും ഭരണകൂടവും രണ്ട് വ്യത്യസ്ത ഘടകങ്ങളാണെന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നെഹ്റു ആ സമീപനം സ്വീകരിച്ചത്. അത് ശക്തമായ മതനിരപേക്ഷതയുടെ പാരമ്പര്യമാണ് കോൺഗ്രസ് ആ കാലത്ത് ഉയർത്തിപ്പിടിച്ചത്. അത് പൂർണ്ണമായി ഇന്നത്തെ കോൺഗ്രസ് വിസ്മരിക്കുകയും മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന RSSുമായി മത്സരിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമാണ് അയോധ്യയിൽ ശിലയിട്ട ദിവസം ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും കോൺഗ്രസ്സുകാർ അവിടെയും ഭൂമി പൂജ സംഘടിപ്പിച്ചു. കോൺഗ്രസിൻ്റെ നേതാവ് കമൽനാഥ് വെള്ളി ഇഷ്ടികയാണ് സംഭാവനയായി കൊടുക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദിഗ്വിജയ് സിംഗും കമൽനാഥും ആദ്യം തന്നെ പരസ്യമായി ഈ നടപടിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തിറങ്ങി. പിന്നീട് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഇതിനെ അനുകൂലിക്കുന്ന അവസ്ഥയുണ്ടായി. എന്താണ് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ നിലപാട്? ഇതുവരെ രേഖപ്പെടുത്താൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല. ശക്തമായ മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാൻ ബാധ്യതപ്പെട്ട കോൺഗ്രസ് പാർട്ടി അതിൽ നിന്ന് പൂർണ്ണമായി വ്യതിചലിച്ചിരിക്കുകയാണ്. ഇതിനനുകൂലമായി കേരളത്തിലെ ചില കോൺഗ്രസ്സുകാരും പ്രതികരിക്കുന്ന അവസ്ഥയുണ്ടായിരിക്കുകയാണ്. കെ മുരളീധരൻ MP കമൽനാഥിൻ്റെയും ദിഗ്വിജയ് സിംഗിൻ്റെയും വഴികളിൽ കൂടി സഞ്ചരിക്കുന്ന അവസ്ഥ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഇത് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഹിന്ദുത്വ വർഗീയത ശക്തമായി ഉയർന്നു വരുമ്പോൾ അതിനൊപ്പം ചേർന്ന് മൃദു സമീപനം സ്വീകരിച്ച് മുതലെടുക്കാൻ കഴിയുമോ എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. RSSൻ്റെ ഹിന്ദുത്വ മതതീവ്ര നിലപാടിനെ എതിർക്കണമെങ്കിൽ അതിൻ്റെ മതനിരപേക്ഷതയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത്. അത് ചെയ്യാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാകുന്നില്ല എന്നതാണ്. കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാ കാലത്തും ഇത്തരത്തിൽ ഉള്ള വ്യതിയാനങ്ങൾ മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നത് കോൺഗ്രസിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്.
AK ആൻ്റണി തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞു, രാവിലെ കോൺഗ്രസും രാത്രി RSSുമായി നടക്കുന്നവർ കോൺഗ്രസ്സിലുണ്ട് എന്ന്. സന്ദർഭം കിട്ടുമ്പോൾ RSSകാരെ കോൺഗ്രസ്സിൽ ചേർക്കാൻ യാതൊരു മടിയുമില്ലാത്തവരാണ് കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. 1949 ഒക്ടോബർ 7 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിദേശത്ത് പോയ സന്ദർഭം നോക്കി അന്ന് ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി RSS പ്രവർത്തകർക്ക് കോൺഗ്രസ്സിൽ അംഗത്വം കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? അതൊരു ചരിത്രമല്ലേ? നെഹ്റു തിരിച്ചു വന്നതിന് ശേഷം നവംബർ 7 ഈ തീരുമാനം റദ്ദാക്കുകയാണ് ഉണ്ടായത്. പട്ടേലിൻ്റെ നിർബന്ധത്തിന് വിധേയമായിക്കൊണ്ടായിരുന്നു RSSന് വാതിൽ തുറന്നു കൊടുക്കാനുള്ള തീരുമാനം അന്ന് കൈക്കൊണ്ടത്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇന്നും കോൺഗ്രസ്സിലുണ്ട് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു വിഭാഗം സ്വീകരിച്ചിരിക്കുന്ന ഈ സമീപനം വ്യക്തമാക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്തും കോൺഗ്രസ് പാർട്ടി RSSുമായി ഒത്തുകളിച്ച ചരിത്രമുണ്ട്. RSS അടിയന്തരാവസ്ഥക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ദേവരസ്, അന്നത്തെ RSSൻ്റെ തലവൻ, 1977 ആഗസ്റ്റ് 22 ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്ത് പ്രസിദ്ധമല്ലേ? ഇന്ദിരാഗാന്ധിയെ പൂർണ്ണമായി പ്രകീർത്തിക്കുകയാണ് അന്ന് ദേവരസ് ചെയ്തത്. 1980 ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ തിരിച്ചു വരാൻ എല്ലാ സഹായവും അന്ന് ചെയ്തു കൊടുത്തത് RSS ആയിരുന്നു. 1980 തെരഞ്ഞെടുപ്പിൽ RSS കേരളത്തിൽ UDFൻ്റെ കൂടിയായിരുന്നു നിലയുറപ്പിച്ചിരുന്നത്. ഇതൊരു ചരിത്ര വസ്തുതയല്ലേ? RSSൻ്റെ രാജഗോപാലിനെ പോലുള്ള ആളുകളെ അന്ന് പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയാക്കിയില്ലേ? 1980 UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചില്ലേ? അന്ന് അവരുമായി ചേർന്നുകൊണ്ടല്ലേ ഇന്ത്യ മുഴുവൻ RSSൻ്റെ പിന്തുണ അന്ന് ഇന്ദിരാഗാന്ധിക്ക് ലഭിക്കുന്ന അവസ്ഥയുണ്ടായി. സഞ്ജയ് ഗാന്ധി രാഷ്ട്രീയത്തിലിറങ്ങിയപ്പോൾ അതിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് RSSൻ്റെ പാഞ്ചജന്യം എന്ന് പറയുന്ന അവരുടെ വാരികയിൽ 1975 ജൂലൈ മാസം എഴുതിയ ലേഖനം ഇന്ന് കോൺഗ്രസ്സുകാർ വായിക്കണം. അങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും RSSും കോൺഗ്രസും തമ്മിൽ ഒത്തുകളിക്കുകയും മൃദു ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത പാരമ്പര്യം കോൺഗ്രസ്സിനുണ്ട്. അതാണിപ്പോൾ വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ RSSനെ നേരിടാൻ ഇന്ത്യയിൽ ശക്തമായ മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്ന RSSനെയും കേന്ദ്ര ഗവൺമെൻറ്റിനെയും നേരിടാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് വ്യക്തമായിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി കേരളത്തിലും സ്വീകരിക്കുന്ന സമീപനം RSSനെ ശക്തമായി എതിർക്കുന്ന സമീപനമല്ല. BJPയും കോൺഗ്രസും കേരളത്തിൽ ഒത്തുകളിക്കുന്ന സമീപനമാണ് എല്ലാ പ്രശ്നങ്ങളിലും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ആ രണ്ട് പാർട്ടികളുടെയും നേതൃത്വം ഇന്ന് ഉദാരവൽക്കരണ നയങ്ങളെ അനുകൂലിക്കുന്ന നേതൃത്വമാണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും നേതൃത്വം. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ ഈ രണ്ട് കൂട്ടരും യോജിച്ച് പ്രവർത്തിക്കുന്നത് അത് ബോധപൂർവമാണ്. ഇതിന് പിന്നിൽ ഉള്ളത് അവരുടെ രണ്ട് കൂട്ടരുടെയും വർഗ താല്പര്യം, കുത്തക മുതലാളിത്തത്തോടുള്ള താല്പര്യമാണ് ഈ രണ്ട് കൂട്ടരുടെയും നിലപാടിൽ പ്രതിഫലിക്കുന്നത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഈ കാര്യം വിശദമായി പരിശോധിക്കുകയുണ്ടായി. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഈ 4 കൊല്ലത്തിനിടയിൽ സ്വീകരിച്ച ഭരണ നടപടികൾ അത് കേന്ദ്രത്തിൽ BJP ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയത്തിൽ നിന്നും നേരത്തെ UDF ഗവൺമെൻറ് സ്വീകരിച്ച നയത്തിൽ നിന്നും ഇന്ത്യയിലെ കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്ന നയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഉദാരവൽക്കരണത്തിനൊരു ബദൽ നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിലപാടുകളിൽ കുത്തക വർഗത്തിന്, സ്ഥാപിത താല്പര്യത്തിന് ഇടതുപക്ഷ ഗവൺമെൻറ് നിലപാടിനോട് അവർക്ക് യോജിക്കാൻ കഴിയില്ല. എപ്പോഴെല്ലാം കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ ഘട്ടത്തിലെല്ലാം
കേരളത്തിലെ ധനിക വർഗം ആ ഗവൺമെൻറ്റിനെതിരെ ഒന്നിച്ചേർന്നിട്ടുണ്ട്. ആ ധനിക വർഗത്തിനോടൊപ്പം ചേരുന്ന സമീപനമാണ് ആ കാലത്ത് കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ വലതുപക്ഷ ശക്തികളും ഒന്നിച്ചു നിൽക്കുന്ന സമീപനം സ്വീകരിച്ചത്. അത് മുൻകാലങ്ങളിൽ നമുക്ക് അനുഭവമുള്ള കാര്യമാണ്. ഇപ്പോൾ അതേ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് കേരളത്തിൽ കോൺഗ്രസും BJPയും ഈ പ്രശ്നത്തിൽ ഒന്നിച്ചു ചേരുന്നത്. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനത്ത് സാമ്പത്തികമായ വളർച്ചയുണ്ടായിട്ടുണ്ട്. UDF ഗവൺമെൻറ് കാലത്ത് 4.9% സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ച. എന്നാൽ LDF വന്നപ്പോൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ച 7.2% ഉയർന്നിട്ടുണ്ട്. ഇതെല്ലാ മേഖലയിലും സർക്കാർ നടത്തിയ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഈ മാറ്റമുണ്ടായത്. കാർഷിക മേഖല, വ്യവസായ മേഖല, പശ്ചാത്തല സൗകര്യ രംഗം, സർവീസ് രംഗം, ഇതിലെല്ലാം വരുത്തിയിട്ടുള്ള മാറ്റത്തിൻ്റെ ഫലമായി സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ കേരളത്തിന് കഴിയും. യഥാർത്ഥത്തിൽ ഈ 4 കൊല്ലത്തിനിടയിൽ നേരിടേണ്ടി വന്ന ദുരന്തങ്ങൾ, പ്രളയം, ഓഖി, നിപ്പ, കോവിഡ് തുടങ്ങിയിട്ടുള്ള ദുരന്തങ്ങൾ, മഹാമാരി, ഇതൊന്നും ഇല്ലാതിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ സാമ്പത്തിക വളർച്ച കേരളം നേടുമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഒരു തരത്തിലും നമ്മളെ സഹായിച്ചില്ല. GST വഴി നൽകേണ്ടുന്ന ആനുകൂല്യം പോലും കേന്ദ്രം നൽകിയില്ല. സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി ഉയർത്താൻ എത്രയോ കാലമായി നാം ആവശ്യപ്പെട്ടു, അതുപോലും അവരനുവദിച്ചില്ല. ഇങ്ങനെ എല്ലാ തരത്തിലും കേന്ദ്രം കേരളത്തെ അവഗണിക്കുകയും അർഹമായി തരേണ്ടുന്ന വിഹിതം പോലും തരാൻ തയ്യാറാവുകയും ചെയ്തില്ല. ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടും കേരളം സാമ്പത്തിക വളർച്ച നേടിയെന്നത് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ച നയത്തിൻ്റെ വിജയമാണ്. ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ, സ്വകാര്യവൽക്കരണ നയങ്ങൾക്കെതിരെ ഉറച്ച നിലപാടുകൾ സ്വീകരിച്ച് ഇടതുപക്ഷ സർക്കാർ പ്രവർത്തിച്ചു. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ 2 കൂട്ടരും യോജിക്കുന്നതിന് പിന്നിലൊരു കാരണമുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഈ നയം പരാജയമാണെന്ന് അവർക്ക് സ്ഥാപിക്കണം. രാജ്യത്ത് മുതലാളിത്തത്തിന് ബദലില്ല എന്ന് അവർക്ക് സ്ഥാപിക്കണം. ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങൾ അത് യഥേഷ്ടം മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് തടസ്സം നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന നയവും പരാജയമാണ് എന്ന് സ്ഥാപിക്കണം. അതുകൊണ്ടാണ് BJPയും കോൺഗ്രസും കേരളത്തിൽ ഒത്തുകൂടുന്നത്. 2 കൂട്ടരുടെയും സാമ്പത്തിക നയം, രാഷ്ട്രീയ നയം ഒന്നായിട്ട് മാറുകയാണ്. അതിൻ്റെ ഭാഗമായി 2 കൂട്ടരും ചേർന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ അസ്ഥിരീകരിക്കുക, ഈ ഗവൺമെൻറ്റിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നീങ്ങുകയാണ്. ഇത് യാദൃശ്ചികമല്ല, ബോധപൂർവമാണ്. ഇന്ത്യയിൽ ഇന്ന് ഒരേയൊരു സർക്കാരാണ് കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള സർക്കാർ. ഈ സർക്കാരാണ് രാജ്യത്ത് ഒരു ബദൽ നയങ്ങൾ നടപ്പിലാക്കുന്ന സർക്കാർ. എന്നാൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിലുള്ള ഈ സർക്കാരിൻ്റെ നയങ്ങളും പരാജയമാണ് എന്ന് സ്ഥാപിക്കണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ 4 കൊല്ലത്തിനിടയിൽ നേടിയിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ അതിനി തുടർച്ചയായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളം ഇന്ത്യയിലെ ഏറ്റവും വികസിതമായ, അതിവേഗം വികസിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് മാറും. അത് ദേശീയ തലത്തിൽ കോൺഗ്രസിനും BJPക്കും തിരിച്ചടിയായിരിക്കും. അവരുടെ നയം പരാജയമാണ്. അതിനൊരു ബദലുണ്ട്, അത് ഇടതുപക്ഷത്തിൻ്റെ നയമാണ് ബദൽ. കോൺഗ്രസും BJPയും അല്ലാത്ത ഒരു ഇടതുപക്ഷ സർക്കാർ സംസ്ഥാനത്ത് വന്നാൽ അതിൻ്റെതായ നേട്ടം കിട്ടും എന്നുള്ള ബോധം ഈ സന്ദർഭത്തിൽ അത് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയും. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ള നിലപാടുകൾ ഈ 2 കൂട്ടർ സ്വീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം അവരുടെ താല്പര്യമാണ്. ഇടതുപക്ഷ നയങ്ങൾ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തണം എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് അവർ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഈ 2 കൂട്ടരും ഒന്നിച്ച് നടത്തുന്ന നിലപാടുകളെ അത് തുറന്നു കാണിക്കുകയും അതിനെതിരെ ജനങ്ങളെ അണിനിരത്തുകയും ചെയ്യുക എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തുകയുണ്ടായി. അവർ ഈ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. കോൺഗ്രസും BJPയും എല്ലാ തരത്തിലും ഒത്തുകളിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ വികസന നയങ്ങളെ തടസ്സപ്പെടുത്തും.
കേരളത്തിന് വഴി കാട്ടുന്നവരാണ് ഇന്നത്തെ ഇടതുപക്ഷ സർക്കാർ. വഴി മുടക്കുന്നവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. ഈ വഴിമുടക്കികൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തണം. വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകണം. സർക്കാർ മുന്നോട്ട് വെച്ച ഒരു വികസന പദ്ധതിയിൽ നിന്ന് പുറകോട്ട് പോകാൻ പാടില്ല. ഈ വിവാദങ്ങളൊന്നും സർക്കാരിൻ്റെ വികസന പദ്ധതികളിൽ നിന്ന് പിന്മാറുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. വിവാദങ്ങൾക്ക് പുറകെ പോയി ഒരു പദ്ധതിയും നിർത്തിവെക്കാൻ പാടില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റി വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശമാണ് ഈ കാര്യത്തിൽ നൽകുന്നത്. എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ടാണ് ചെയ്യാൻ ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഓരോ പദ്ധതികളും അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ നേട്ടം ഇല്ലാതാക്കാനാണ് വിവാദങ്ങൾ കൊണ്ടുവരുന്നത്. കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഇത്രയേറെ ഇടപെട്ടൊരു സർക്കാരില്ല. 4 വരിപ്പാത ഉണ്ടാക്കുന്നതിന് തടസ്സം ഉണ്ടായിരുന്ന ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കേന്ദ്രവുമായി സഹകരിച്ച് ഭൂമി വിലയുടെ 25% സംസ്ഥാനം വഹിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായി ആ തടസ്സം നീക്കാൻ കഴിഞ്ഞു. മലയോരപാത നിർമ്മാണ പ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്നു. തീരദേശപാത ധാരാളം തടസ്സങ്ങളുണ്ടെങ്കിലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇങ്ങനെ കേരളത്തിൻ്റെ ഭാവി വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് സംസ്ഥാന ഗവൺമെൻറ് ആസൂത്രണം ചെയ്യുന്നത്. ശബരിമല വിമാനത്താവളം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഇങ്ങനെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ കേരളം നടത്തുന്ന ഈ മുന്നേറ്റമാണ് UDFനെയും BJPയെയും വിരളി പിടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ ഉദ്ദേശം വികസനം തടയുക എന്നുള്ളതാണ്. ആ ഉദ്ദേശത്തിൽ കുടുങ്ങിപ്പോകാൻ പാടില്ല. അവരുടെ ഉദ്ദേശം മനസ്സിലാക്കി വിവാദങ്ങൾക്ക് പുറകെ പോകുന്നതിന് പകരം വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചതുമായി മുന്നോട്ട് പോവുക. ജനങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണി നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിൽ കേന്ദ്രീകരിക്കുക. ഇതാണ് സംസ്ഥാന ഗവൺമെൻറ് തുടർന്നുള്ള മാസങ്ങളിൽ ചെയ്യേണ്ടത് എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശിക്കുന്നത്. നേരത്തെ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ എന്തോ ഒരു വർഷം പറഞ്ഞതിനൊരു തെറ്റുപറ്റി എന്നൊരു തോന്നുന്നു. ദേവറസ് അന്ന് ഇന്ദിരാഗാന്ധിക്ക് കത്തയച്ചത് 1975 ഓഗസ്റ്റ് മാസത്തിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പെശകുണ്ടെങ്കിൽ തിരുത്തണം. ആഗസ്റ്റ് മാസം 1975 ദേവറസിൻ്റെ കത്ത് ഇന്ദിരാഗാന്ധിക്ക് അവരുടെ നിലപാടിനെ പ്രകീർത്തിച്ചുകൊണ്ട് അയച്ചത് എന്നുള്ള കാര്യമാണ് സൂചിപ്പിച്ചത്. വർഷം പറഞ്ഞ കൂട്ടത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അത് കറക്റ്റ് ചെയ്യണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഇതിൽ ഓരോ പ്രശ്നങ്ങളിലും എടുക്കുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും നിലപാടുകൾ അത് തുറന്നു കാണിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കണമെന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഈ പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന സമീപനം അത് മുസ്ലിം ജനവിഭാഗങ്ങളെ വഞ്ചിക്കലാണ്. മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ചന്ദ്രികാ പത്രം എഴുതിയ മുഖപ്രസംഗത്തിൽ കോൺഗ്രസ് പാർട്ടി ഇങ്ങനൊരു നിലപാടല്ല സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നൊരു വരി എഴുതിയതായിട്ട് കണ്ടു. പക്ഷേ ഒരു പ്രതിഷേധം പോലും കോൺഗ്രസ് നിലപാടിനെതിരെ പറയാൻ സാധിക്കാത്ത അവസ്ഥ മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ടായിരിക്കുകയാണ്. അതിന് കാരണം അവരും ഈ ഉദാരവൽക്കരണ സാമ്പത്തിക നയത്തിൻ്റെ സമ്പന്ന വർഗത്തിൻ്റെ വക്താക്കളാണ് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം. സാധാരണ മുസ്ലിം ബഹുജനങ്ങളുടെ വികാരമല്ല ഇന്ന് മുസ്ലിം ലീഗ് നേതൃത്വം പ്രതിദാനം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായാണ് അവർക്കും ഇന്ന് ഇതിനെ എതിർക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് ചെന്നെത്തിയിട്ടുള്ളത്. സുപ്രഭാതം പത്രം, സുന്നി വിഭാഗത്തിൻ്റെ പത്രം ശക്തമായുള്ള ലേഖനം ഈ സന്ദർഭത്തിൽ എഴുതി. അപ്പോൾ മതന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ജനവിഭാഗങ്ങളുടെ നിലപാടുകൾ മുസ്ലിം ലീഗിൻ്റെ നിലപാടല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തിൽ പുറത്തു വന്നിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളെ ഈ നിലപാടുകൾക്കെതിരെ അണിനിരത്തണമെന്നാണ് ഇടതുപക്ഷ പ്രസ്ഥാനം സ്വീകരിക്കേണ്ട സമീപനം. CPIM ഈ കാര്യത്തിൽ മുൻകൈയെടുക്കും. ഇതിൻ്റെ ഫലമായി കേരളത്തിൽ ശാക്തിക ബലാബലത്തിൽ, രാഷ്ട്രീയ ബലാബലത്തിൽ ബഹുജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. വിവിധ കക്ഷികളിൽപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ, മതനിരപേക്ഷ ബോധമുള്ളവർ, മതേതര വിശ്വാസികൾ ഈ നിലപാടിനെതിരെ രംഗത്ത് വരിക തന്നെ ചെയ്യും. അവർക്ക് ശബ്ദിക്കാൻ
പലയിടങ്ങളിലും RSSകാർ സ്വീകരിക്കുന്ന സമീപനം വഴി പല സംസ്ഥാനങ്ങളിലും അവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ RSSന് കഴിയില്ല. ഇവിടെയും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ് RSS ശ്രമിക്കുന്നത്. അതിവിടെ വിജയിക്കാത്തത് ഇടതുപക്ഷം ഈ കേരളത്തിൽ ശക്തമായി പ്രവർത്തിക്കൊന്നുകൊണ്ടാണ്. അതുകൊണ്ട് RSS ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തെ ദുർബലമാക്കണം. അതിനടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണമെന്നാണ് RSSൻ്റെ ഉദ്ദേശം. അതിനുള്ള നിലപാടുകളിലേക്കാണ് RSS നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. RSSനെ സംബന്ധിച്ചൊരു കേരളത്തിലൊരു ദീർഘകാല പദ്ധതിയാണുള്ളത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് BJPക്ക് അറിയാം. മധ്യപ്രദേശിലെ പോലെയും കർണാടകത്തിലെ പോലെയും ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനും കേരളത്തിൽ കഴിയില്ല എന്നവർക്കറിയാം. രാജസ്ഥാനിൽ ഇപ്പോൾ ചെയ്തതുപോലെയും ചെയ്യാൻ കഴിയില്ല. എന്നാൽ നാളെ ഒരു കോൺഗ്രസ് ഗവൺമെൻറ് വന്നാൽ പിന്നീട് അവർക്ക് രാജസ്ഥാനിൽ ചെയ്തതുപോലെയും മധ്യപ്രദേശിൽ ചെയ്തതുപോലെയും കർണാടകത്തിൽ ചെയ്തതുപോലെയും കേരളത്തിലും ചെയ്യാൻ സാധിക്കും. ഈ അവസരം ഉണ്ടാക്കിയെടുക്കാനാണ് ഇപ്പോൾ RSS BJP തന്ത്രങ്ങൾ മെനയുന്നത്. അതിൻ്റെ ഭാഗമാണ് കോൺഗ്രസും BJPയും ചേർന്ന് നടത്തുന്ന ഒത്തുകളി എന്നുള്ള രാഷ്ട്രീയമാണ് നാം വിലയിരുത്തേണ്ടത്. ഈ രാഷ്ട്രീയത്തെയാണ് ചേർത്ത് തോൽപ്പിക്കേണ്ടത്. വലതുപക്ഷ ശക്തികളുടെ ഏകോപനത്തിന് വേണ്ടി നടത്തുന്ന ഈ നീക്കത്തെയാണ് ചെറുത്ത് പരാജയപ്പെടുത്തേണ്ടത്. താൽക്കാലികമായി കോൺഗ്രസിനെ പിന്താങ്ങുക, പിന്നീട് ആ കോൺഗ്രസ്സുകാരിൽ തന്നെ RSS അനുകൂലികളായ ആളുകളെ കോൺഗ്രസ്സിൽ പ്രതിഷ്ഠിക്കുക. അങ്ങനെ ഭാവി രാഷ്ട്രീയം BJPക്ക് അനുകൂലമായി മാറ്റാനുള്ള തന്ത്രം RSS മെനയുമ്പോൾ ആ കെണിയിൽ വീഴാൻ സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ തയ്യാറാകരുത്, UDFകാർ തയ്യാറാകരുത്. UDFന് ഒരു പ്രശ്നത്തിലും വ്യക്തമായ നിലപാട് ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ദേശീയ വിദ്യാഭ്യാസ നയം കഴിഞ്ഞ ദിവസം കേന്ദ്രം പ്രഖ്യാപിച്ചു. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉന്നത വിദ്യാഭ്യാസം പാവപ്പെട്ടവർക്ക് പൂർണ്ണമായി നിഷേധിക്കുന്ന നയമാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്കും ഇന്ന് ലഭിക്കുന്നത് പോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വരാൻ കഴിയാത്ത അവസ്ഥ ഈ പുതിയ വിദ്യാഭ്യാസ നയം സൃഷ്ടിക്കും. പണമുള്ളവർക്ക് മാത്രം ഉന്നത വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ പ്രതിഫലിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ നൽകുന്ന ഇന്നത്തെ അവകാശം അത് പൂർണ്ണമായും നിഷേധിക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ സൗകര്യങ്ങൾ കൊടുക്കാനുമുള്ള ഇന്നത്തെ സംവിധാനം പൂർണ്ണമായി അട്ടിമറിക്കുകയാണ് കേന്ദ്രത്തിലെ ഇപ്പോൾ പ്രഖ്യാപിച്ച ദേശീയ വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നത്. ഇതിനെ എന്തുകൊണ്ടാണ് UDF ഒറ്റക്കെട്ടായി എതിർക്കാത്തത്? UDFലെ ഘടകകക്ഷിയായിട്ടുള്ള PJ ജോസഫ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്തു. ഇത് UDFൻ്റെ നിലപാടാണോ? കോൺഗ്രസ് MP ശശി തരൂർ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ പൂർണ്ണമായി സ്വാഗതം ചെയ്തു. കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? ശശി തരൂരിൻ്റെ നിലപാടാണോ? ഇതിനെ അനുകൂലിക്കുന്ന നിലപാടാണോ കോൺഗ്രസിൻ്റെ നിലപാട്? കേരളത്തിലെ UDFന് ഈ പ്രശ്നത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെ എതിർക്കാൻ UDFന് സാധിക്കുമോ? ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടത്തുന്നതിനുള്ള ഇന്നത്തെ അവകാശങ്ങൾക്ക് വരെ കത്തിവെക്കുന്ന നിലപാട് പ്രഖ്യാപിച്ചിട്ടും UDFന് ഒരു പ്രമേയം പോലും അംഗീകരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിലും നിലപാടെടുക്കാൻ കഴിയാത്തവരാണ് ഇന്നത്തെ UDF എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ UDFനെ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയില്ല എന്ന് ഇതിനകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ വികസനം ആഗ്രഹിക്കുന്നവരും ഭാവി കേരളം ഒരു വികസിത സംസ്ഥാനമായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവരും വികസനം മുടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും തമ്മിലുള്ള
ഒരു പോരാട്ടമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. ഈ പോരാട്ടത്തിൽ വികസനം വേണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിച്ച് അണിനിരത്താനുള്ള തുടർ പ്രവർത്തനം പാർട്ടി ഏറ്റെടുക്കണം എന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള പ്രചരണ പരിപാടികൾ ആവിഷ്കരിക്കണമെന്ന് പാർട്ടി ഉദ്ദേശിക്കുകയാണ്. മുൻകാലങ്ങൾ നടത്തിയതുപോലുള്ള പ്രചരണ പരിപാടികളൊന്നും ഇപ്പോൾ സാധ്യമല്ല. അതുകൊണ്ട് കോവിഡ്-19 പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ടുള്ള പ്രചരണ പരിപാടികൾ ഏറ്റെടുക്കാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്ത ആഗസ്റ്റ് 20 മുതൽ 26 വരെ ദേശീയ തലത്തിൽ ആഹ്വാനം ചെയ്ത പ്രക്ഷോഭണത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ ചില പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്തൊരു തീരുമാനം മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. ഈ ആഗസ്റ്റ് മാസം 16 പാർട്ടി ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ ജാഥകൾ സംഘടിപ്പിക്കാൻ നേരത്തെ പാർട്ടി തീരുമാനിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ നിബന്ധനകൾ നിലനിൽക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകളൊന്നും ഈ മാസം സാധ്യമല്ല. ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഹൈക്കോടതി വിധിയുടെ ലംഘനമായിരിക്കും. കോവിഡിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് പുറപ്പെടുവിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിരിക്കും. അതുകൊണ്ട് ആഗസ്റ്റ് 16 പ്രഖ്യാപിച്ച പ്രചരണ ജാഥ എന്ന പരിപാടി പാർട്ടി ഉപേക്ഷിക്കുകയാണ്. എന്നാൽ കേന്ദ്ര തലത്തിൽ ആഹ്വാനം ചെയ്ത 20 മുതൽ 26 വരെയുള്ള തീയതിക്കുള്ളിൽ നടത്തുന്നതിൻ്റെ ഭാഗമായി ആഗസ്റ്റ് 23 ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കാൻ പാർട്ടി ഉദ്ദേശിക്കുകയാണ്. അന്നേ ദിവസം ഈ കോവിഡ് മാനദണ്ഡങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് പാർട്ടി മെമ്പർമാരുടെയും പാർട്ടി അനുഭാവികളുടെയും വർഗഭോജന സംഘടനകളുടെയും പ്രവർത്തകന്മാരുടെ വീടുകളിൽ ഒരു സത്യാഗ്രഹ സമരം വീട്ടുപരിസരത്ത് നടത്താനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കുടുംബാംഗങ്ങൾ, പാർട്ടി മെമ്പർമാർ, അവരുടെ കുടുംബാംഗങ്ങൾ ഓരോ വീട്ടുമുറ്റത്തും പാർട്ടി പതാകയും പാർട്ടി പ്ലക്കാർഡുമായി, ആവശ്യങ്ങൾ എഴുതിയിട്ടുള്ള പ്ലക്കാർഡുമായി അരമണിക്കൂർ നേരം, 4 മണി മുതൽ 4:30 മണിക്കൂർ നേരം സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കും. പാർട്ടി ഓഫീസുകളിലും അരമണിക്കൂർ നേരം ആ സമയത്ത് ഈ പരിപാടി സംഘടിപ്പിക്കും. എന്നാൽ പാർട്ടി ഓഫീസുകളിൽ നടക്കുന്ന സമരത്തിൽ കൂടുതൽ ആളുകൾ കൂടാൻ പാടില്ല. 4 ആളുകൾ അധികരിക്കാൻ പാടില്ല. ആ തരത്തിലായിരിക്കണം പാർട്ടി ഓഫീസുകളിൽ ഈ പരിപാടി സംഘടിപ്പിക്കേണ്ടത്. അത്തരത്തിൽ നടത്തുന്ന ഈ പരിപാടിയിൽ ഈ ആഗസ്റ്റ് മാസം 23 വീടുകളിലും ഓഫീസുകളിലും നടത്തുന്ന ഈ പരിപാടിയിൽ കേരളത്തിൽ 20 ലക്ഷം പേരെ പങ്കെടുപ്പിക്കാൻ കഴിയും. പാർട്ടി അനുഭാവികളാകെ ചേർന്ന് ഈ പരിപാടി ഏറ്റെടുത്താൽ ഏറ്റവും വലിയൊരു ബഹുജന ഇടപെടലായി ഇത് മാറും. ഈ തരത്തിൽ ബഹുജനങ്ങളെയാകെ രംഗത്തിറങ്ങി കൊണ്ടുള്ള ഒരു പ്രചരണ പരിപാടി സംഘടിപ്പിക്കണമെന്ന് പാർട്ടി ഉദ്ദേശിക്കുകയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ, നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടായിരിക്കും ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വീട്ടിൽ അവിടെ നടത്തുന്ന പരിപാടിയിലാണെങ്കിലും മാസ്ക് ധരിക്കണം, സാമൂഹ്യ അകലം പാലിക്കണം. ഇതെല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് നടത്താൻ പോകുന്നത്. വിവിധ കേന്ദ്രങ്ങളിലായി നടക്കുന്ന ഈ പരിപാടിയിൽ 5 ലക്ഷത്തിലധികം കേന്ദ്രങ്ങളിൽ ഈ പരിപാടി നടക്കും. അത് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ജനകീയ പരിപാടിയായിട്ട് മാറും. അത്തരത്തിൽ ബഹുജനങ്ങളിലേക്ക് പോയി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും ഗവൺമെൻറ് വികസന പദ്ധതികളെ മുടക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ തന്ത്രത്തെ തുറന്നു കാണിക്കാനുമുള്ള ഒരു പ്രചരണ പരിപാടി ആരംഭിക്കണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനങ്ങളായി അറിയിക്കാനുള്ളത്. മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഈ ലൈഫ് പദ്ധതി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന് കമ്മീഷൻ ലഭിച്ചു എന്ന് കസ്റ്റംസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട്?
കസ്റ്റംസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്താണോ കണ്ടെത്തുന്നത് അതിൻ്റെ ഫലമായിട്ടുള്ള നടപടികൾ അവർ സ്വീകരിക്കട്ടെ. പാർട്ടി എന്നുള്ള നിലയിൽ ആ കാര്യം സംബന്ധിച്ച് അറിവുള്ളൊരു കാര്യമല്ല. കേസ് അന്വേഷിക്കുന്ന കസ്റ്റംസും NIA-യും ആ കാര്യത്തിൽ നിയമപരമായുള്ള നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വപ്ന സുരേഷിനും വൻ സ്വാധീനമുണ്ട്. അക്കാര്യത്തിൽ താങ്കളുടെ നിലപാടാണ്? കോടതിയിൽ കൊടുത്ത കാര്യം സംബന്ധിച്ച് പല മാധ്യമങ്ങളും തെറ്റായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള വാർത്തകളുണ്ട്. ഏതായാലും ആ കാര്യം കോടതി മുമ്പിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അത് NIA പരിശോധിക്കട്ടെ, എന്താണ് യഥാർത്ഥ വസ്തുത എന്ന് NIA പരിശോധിക്കുകയാണ് വേണ്ടത്. കോടതിയും പരിശോധിക്കട്ടെ. കഴിഞ്ഞ വെള്ളിയാഴ്ച പാർട്ടി പത്രത്തിലെ ലേഖനത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവിനെ കോൺഗ്രസിലെ സംസ്ഥാനങ്ങളായി നിയമിച്ചു. അദ്ദേഹത്തിന്റെ പിതാവിന് RSSുമായി ബന്ധമുണ്ടായതുകൊണ്ടുള്ള ഒരു പശ്ചാത്തലം ചട്ടമാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും തരത്തിൽ RSസുമായി ബന്ധമുണ്ടോ അത്തരം ഒരു അദ്ദേഹത്തെ അധിക്ഷേപിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞത്. അത്തരത്തിൽ അധിക്ഷേപിക്കാൻ സാധ്യതയുണ്ടോ? പ്രതിപക്ഷ നേതാവിനെ അധിക്ഷേപിക്കുക എന്നുള്ളതല്ല ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. പ്രതിപക്ഷ നേതാവ് നേരത്തെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആരായിരുന്നു എന്നുള്ളതൊന്നും ഇവിടെ പരിശോധിക്കേണ്ട പ്രശ്നം ഞങ്ങൾക്കില്ല. പക്ഷേ അദ്ദേഹം ഇന്ന് കോൺഗ്രസിൻ്റെ നേതാവാണ്. ഇന്ന് അദ്ദേഹം കേരളത്തിൽ പ്രതിപക്ഷ നേതാവാണ്. കേരളത്തിൽ ഉമ്മൻചാണ്ടിയേക്കാൾ എന്നെ മാറ്റി നിർത്തിയിട്ടാണ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കി മാറ്റിയത്. ആ നിലയിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ചെന്നിത്തല പറയുന്ന അഭിപ്രായമാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായമായി പരിഗണിക്കുക, കോൺഗ്രസ് നിലപാടായി പരിഗണിക്കപ്പെടുന്നത്, പ്രതിപക്ഷത്തിൻ്റെ നിലപാടായി പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് BJP അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJPയെ സഹായിക്കുക, ഇതിനെ ആണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. അദ്ദേഹം നേരത്തെ പല സ്ഥാനങ്ങളും വഹിച്ച ഒരു നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് കാലത്ത്, UDF ഗവൺമെൻറ് കാലത്താണ് RSSന് അനുകൂലമായ പല നിലപാടുകളും സ്വീകരിച്ചിരുന്നത്. അന്ന് ഈ തിരുവനന്തപുരത്ത് കുറേ RSS പ്രവർത്തകന്മാരുടെ പേരിൽ നേരത്തെ ഒരു കേസുണ്ടായി. ആ കേസിൽപ്പെട്ട ഒരാൾ, ഒരു വിദ്യാർത്ഥി നേതാവ്, പോലീസിലേക്ക് സെലക്ഷൻ കിട്ടി. പോലീസിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ കേസിൽ പ്രതിയായതുകൊണ്ട് പോലീസിൽ നിയമനം കിട്ടില്ല എന്ന് വന്നപ്പോൾ ആ കേസ് തന്നെ പിൻവലിച്ച് അയാൾക്ക് പോലീസിൽ നിയമനം കൊടുത്ത UDF ഗവൺമെൻറ് കാലത്തായിരുന്നില്ലേ ആ സമീപനം സ്വീകരിച്ചത്? ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു RSSകാരൻ കൊല ചെയ്യപ്പെട്ടു. RSSകാരൻ കൊല ചെയ്യപ്പെട്ട കേസിൽ CPM പ്രവർത്തകന്മാർക്കെതിരെ UAPA ചുമത്തി കോടതിയിൽ കുറ്റപത്രം കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് 6 കൊല്ലത്തിലധികമായി CPM പ്രവർത്തകന്മാർ ജയിലിലാണ്. എന്നാൽ CPMൻ്റെ 2 പ്രവർത്തകന്മാർ അതേ സമയത്ത് കൊല ചെയ്യപ്പെട്ടു. ആ 2 കേസിലും ആദ്യം ശ്രീ രമേശ് ചെന്നിത്തല UAPA ചുമത്തി, RSSകാർക്കെതിരെ UAPA ചുമത്തി. എന്നാൽ RSSൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി ആ 2 കേസുകളിലും UAPA പിന്നീട് ഒഴിവായി കൊടുത്തു. ഇത് RSSൻ്റെ സമ്മർദ്ദത്തിന് വിധേയമായി ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടല്ലേ. ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ ആരാണ്? നേരത്തെ RSSൻ്റെ ശാരീരിക് പ്രമുഖായി ജില്ലാതലത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി പോലീസിൽ നിയമനം കിട്ടിയപ്പോൾ ആ വ്യക്തിയെ തന്നെ നോക്കി ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായി നിശ്ചയിച്ചത് യാദൃശ്ചികമാണോ? RSSൽ ജില്ലാതലത്തിലെ ശാരീരിക് പ്രമുഖർക്കായി ഫുൾ ടൈം പ്രവർത്തകനായി പ്രവർത്തിച്ച ഒരു വ്യക്തിയെ തന്നെ തെരഞ്ഞുപിടിച്ച് ഈ സ്ഥാനത്തേക്ക് നിയമിക്കേണ്ട കാര്യം എന്താണ്? കോൺഗ്രസ്സുകാരായിട്ടുള്ള അനുഭാവികളായിട്ടുള്ള എത്രയോ ആളുകൾ ഇത്തരം പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായി നിശ്ചയിക്കാനുണ്ട് എന്നിരിക്കെ ഈ നിലപാട് സ്വീകരിച്ചത് എന്തിനാണ്? അപ്പോൾ RSSുമായി ഒത്തുകളിക്കുന്ന, അവരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തലയുടെ നിലപാട് നേരത്തെയുള്ളതാണ്. അതിപ്പോൾ കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഇത് ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒത്തുകളിയുടെ ഭാഗമാണ് ഈ നിലപാട്.
അതിനെയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത്. കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് RSS അനുകൂല നിലപാടെടുക്കാൻ പാടില്ല. അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് തുറന്നു കാണിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായി ഞങ്ങൾ എടുക്കുന്ന സമീപനം കോൺഗ്രസിൻ്റെ അണികൾ ചിന്തിക്കട്ടെ. ഈ കാര്യങ്ങൾ ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയാണോ? അതവരാണ് ആ കാര്യം തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ അങ്ങനെ നിലപാട് സ്വീകരിച്ച മറ്റ് പല സംസ്ഥാനത്തിലെയും കമൽനാഥുമാർ, ദിഗ്വിജയ് സിംഗുമാർ അത്തരം ആളുകൾ സ്വീകരിക്കുന്ന സമീപനം കേരളത്തിലും നാളെ വരില്ല എന്നെന്താണ് ഉറപ്പ്? ഈ സമീപനത്തെ തുറന്നു കാണിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായി ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാടാണ്. ഇത് രമേശ് ചെന്നിത്തലയോടുള്ള ഒരു വ്യക്തിപരമായ പ്രശ്നമല്ല, ഇത് രാഷ്ട്രീയ പ്രശ്നമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട്ടത്തെ പ്രവർത്തനമടക്കം താങ്കൾ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി. അങ്ങനെയെങ്കിൽ 2014 പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് RSS സഹായിക്കുന്നതാണോ CPM-ന്റെ ആരോപണം? അല്ല, ഹരിപ്പാട് അദ്ദേഹം മത്സരിക്കുന്ന സന്ദർഭത്തിൽ RSSൻ്റെ വോട്ട് കുറയുകയും വേറെ ആളുകൾ മത്സരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ വോട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഷാനിമോൾ ഉസ്മാൻ അവിടെ മത്സരിച്ചപ്പോൾ എന്തുകൊണ്ട് ആ വോട്ട് കോൺഗ്രസ്സിന് കിട്ടിയില്ല? അത്രയും വോട്ട് അതേ സമയത്ത് BJPക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് യാദൃശ്ചികമാണ്. ആ നിലപാടുകൾ ജനങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ആ കണക്ക് ഞങ്ങൾ പൊതുജന മധ്യത്തിൽ അവതരിപ്പിച്ചത്. ഒരു ശബ്ദം വ്യക്തമാകുന്നില്ല. ആരാ? BJP-യുടെ മുഖപത്രത്തിൽ വന്നിരുന്നു. ഇക്കാര്യത്തിൽ CPM-ന്റെ ഒരു വിശദീകരണം കണ്ടില്ല. ഇക്കാര്യത്തിൽ ദേശാഭിമാനിക്കും ഇത് സംബന്ധിച്ച് യാതൊരു പ്രതികരണമോ അദ്ദേഹത്തിന്റെ മറുപടിയോ ഒന്നും കണ്ടില്ല. ഇക്കാര്യത്തിൽ എന്താണ് CPM-ന്റെ പറയാനുള്ളത്? ഇക്കാര്യം സഖാവ് S. രാമേന്ദ്രൻപിള്ള തന്നെ വിശദമാക്കിയൊരു കാര്യമാണ്. അദ്ദേഹം ഒരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ചില സന്ദർഭങ്ങളിൽ RSSൻ്റെ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു എന്ന് SRP തന്നെ വ്യക്തമാക്കി. അതിനുശേഷം RSS നിലപാട് തെറ്റാണെന്ന് ബോധ്യപ്പെടുകയും 18-ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിട്ട് S. രാമേന്ദ്രൻപിള്ള ചേരുകയും ചെയ്തു. 6 പതിറ്റാണ്ടിലധികമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണ് S. രാമേന്ദ്രൻപിള്ള. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്ന SRP BJPക്ക് അനുകൂലമായൊരു നിലപാട് എപ്പോഴെങ്കിലും സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപം SRPയെക്കുറിച്ചുണ്ടോ? CPM-ൽ നിന്നുകൊണ്ട് BJP അനുകൂല നിലപാട് സ്വീകരിച്ചു എന്നുള്ള ആക്ഷേപമുണ്ടോ? ഇത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് BJP അനുകൂല നിലപാട് സ്വീകരിച്ചതിനെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് നേരത്തെ ഒരാൾ ഏത് പാർട്ടിയിലായിരുന്നു എന്നുള്ളത് ഇവിടെ പ്രശ്നമല്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ എത്രയോ ആളുകൾ, പല പാർട്ടിയിലുമുള്ള ആളുകൾ കോൺഗ്രസിൽ പാർട്ടിയിൽ ചേർന്നിട്ടുണ്ടാവും. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞങ്ങളുടെ പാർട്ടിയിൽ നേരത്തെ RSS ആയിരുന്നവരുണ്ട്, കോൺഗ്രസ് ആയിരുന്നവരുണ്ട്, മുസ്ലിം ലീഗ് ആയിരുന്നവരുണ്ട്. പല പാർട്ടികളിലും നേരത്തെ പ്രവർത്തിച്ച എത്രയോ ആളുകൾ CPM-ൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ CPM-ൽ പ്രവർത്തിക്കുന്ന ആളുകൾ വേറൊരു പാർട്ടിയുടെ സഹായത്തിന് വേണ്ടി ചെല്ലാൻ പാടില്ല എന്നുള്ളതാണ് പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വികസിച്ചത് അങ്ങനെയാണല്ലോ. മറ്റ് പാർട്ടികളിൽപ്പെട്ട ആളുകൾ വന്നുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വികസിച്ചത്. EMS, AKG ഇവരെല്ലാം കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു. അവർ കോൺഗ്രസ് വിട്ടിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ട് മാറിയത്. അങ്ങനെ CPM-ൻ്റെ വളർച്ചയിൽ മറ്റ് പാർട്ടികളിൽ പ്രവർത്തിച്ച എത്രയോ ആളുകൾ ആ പാർട്ടി ഉപേക്ഷിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചേരിയിലേക്ക് വന്നതുകൊണ്ടാണ് കേരളത്തിലെ പ്രസ്ഥാനം ഏറ്റവും വലിയ ഒരു ബഹുജന പിന്തുണയുള്ള പാർട്ടിയായിട്ട് മാറിയത്. അങ്ങനെ എത്രയോ ആളുകൾ, പല പാർട്ടികളിൽ പ്രവർത്തിച്ച ആളുകൾ CPM-ൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതാരോപണമാണ് താങ്കൾ ഉദ്ദേശിച്ചത്? അത് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ CPM പ്രവർത്തകന്മാരുടെ പേരിൽ UAPA ചുമത്തുന്നു.
RSSകാരുടെ പേരിൽ ചുമത്തിയ UAPA ഒഴിവായി കൊടുക്കുന്നു. ഇത് യാദൃശ്ചികമാണോ? എന്നാൽ രണ്ട് പാർട്ടികളോടും ഒരേ സമീപനം എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? RSSകാർ നിവേദനം കൊടുത്തപ്പോൾ ഉടനെ തന്നെ UAPA പിൻവലിച്ചു കൊടുത്തത് പെട്ടെന്നൊരു മന്ത്രി ചെയ്യുന്ന കാര്യമാണോ? അത്തരം നിലപാടുകൾ സ്വീകരിച്ചത് RSSുമായിട്ട് നടത്തിയ ഒത്തുകളിയുടെ ഫലം തന്നെയല്ലേ? അതാണ് ഞങ്ങൾ ആക്ഷേപിക്കുന്നത്. ഇത് NIAയുടെ ഗ്രോത്ത് തന്നെയാണ് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വപ്നയ്ക്ക് മുഖ്യമന്ത്രിയുമായി ഒരു കാഷ്വൽ റിലേഷൻ ഉണ്ടായിരുന്നുവെന്ന്. അപ്പോൾ അത് സബ്ജുഡീസ് എന്ന് പറഞ്ഞ ഒഴിഞ്ഞു മാറുന്നതിന് പകരം ഇതിനെങ്ങനെയാണ് CPM രാഷ്ട്രീയമായി നേരിടുന്നത്? കോടതിയിൽ വന്നിരിക്കുന്നൊരു പ്രശ്നം ഇനി കോടതിയാണല്ലോ പരിശോധിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റായ കാര്യം നടന്നിട്ടുണ്ടോ, നിയമവിരുദ്ധമായ കാര്യം നടന്നിട്ടുണ്ടോ, അത് കോടതി തന്നെ പരിശോധിക്കട്ടെ. ഞങ്ങൾക്കതിൽ യാതൊരുവിധ ബേജാറുമില്ല. നിയമത്തിൻ്റെ മുമ്പിൽ അതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കട്ടെ. ഈ അന്വേഷണം മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികളിലേക്ക് നീങ്ങുന്നു എന്ന സൂചന CPM-ഉണ്ട്. കാരണം മുഖ്യമന്ത്രി അടക്കം പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുമെന്നാണ്. ഇപ്പോൾ പാർട്ടി കമ്മിറ്റികൾ അടക്കം അത്തരത്തിൽ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പറയാൻ കഴിയുന്ന കാര്യങ്ങളൊന്നും ഇതിൽ അന്വേഷണം പൂർത്തിയാവട്ടെ. അന്വേഷണം പൂർത്തിയാകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഇത് BJPക്കും UDFനുമായിരിക്കും ഒരു ബൂമറങ്ങായിട്ട് മാറാൻ പോകുന്നത്. അതിന് ലക്ഷണങ്ങളാണ് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അന്വേഷണം പൂർത്തിയാകുമ്പോൾ നമുക്കത് വിലയിരുത്തുന്നതായിരിക്കും നല്ലത്. CPM-ഉം RSSും തമ്മിൽ യോജിക്കുമെന്ന് പറഞ്ഞാൽ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനല്ലാതെ ആരെങ്കിലും ഇത്തരത്തിലുള്ള വിഡ്ഢിത്തം എഴുന്നള്ളിക്കുമോ? അത് കേരളത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ പോകുന്നുണ്ടോ? കേരളത്തിൽ 300-ൽ പരം CPM പ്രവർത്തകന്മാരെ കൊന്ന RSSുമായിട്ട് ഞങ്ങൾ യോജിക്കും എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? RSSകാർ അത് വിശ്വസിക്കുമോ? അപ്പം മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള ആളുകൾ ഇങ്ങനെ നട്ടാൽ മുടക്കാത്ത നുണ പറയുന്ന സ്ഥിതി അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിന് തന്നെ യോജിച്ചതാണോ? അത് അദ്ദേഹം തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. RSS ഏറ്റവും ശക്തമായിട്ട് എതിർക്കുന്നത് കേരളത്തിൽ CPM-നെയാണ്, കോൺഗ്രസിനെയല്ല. കോൺഗ്രസിനെതിരായിട്ട് കേരളത്തിലെ BJPക്കാർ ഇപ്പോൾ ഒന്നും പറയുന്നില്ലല്ലോ. BJPക്കെതിരായിട്ട് കോൺഗ്രസും പറയുന്നില്ലല്ലോ. ഇതല്ലേ ഒത്തുകളി? അതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ രാജസ്ഥാനിലെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാൻ BJP കൊണ്ടുപിടിച്ച് പരിശ്രമിക്കുന്നു. കേരളത്തിലെന്താ കോൺഗ്രസ് അതിനെപ്പറ്റി അനങ്ങാത്തത്? ജനാധിപത്യം തകർക്കുകയല്ലേ. അതിനെ മൗനം പാലിക്കുന്നത് BJP എതിർക്കാൻ കഴിയില്ല എന്നതുകൊണ്ടല്ലേ. BJP എതിർക്കേണ്ടുന്ന ഒരു പ്രശ്നവും ഏറ്റെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി തയ്യാറാവാത്തത് BJPക്കാരെ വെറുപ്പിക്കണ്ട എന്നുള്ള രാഷ്ട്രീയ സമീപനം സ്വീകരിച്ചതുകൊണ്ടല്ലേ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ഒത്തുകളിക്കുകയാണ്. ഞാൻ മുല്ലപ്പള്ളിയോട് ചോദിക്കട്ടെ, 1984-ലാണല്ലോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആദ്യമായി കണ്ണൂരിൽ നിന്ന് പാർലമെൻറ്റ് മെമ്പറായത്. 84. അന്ന് RSSൻ്റെ സഹായം ആർക്കായിരുന്നു? മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ BJP ഒരു സ്ഥാനാർത്ഥിയെ പോലെ നിർത്താനും തയ്യാറായില്ല കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 1984. അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മറന്നു പോകരുത്. അങ്ങനെ അവരുടെ സഹായം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുള്ള അത് CPM-ൻ്റെ മേൽ കെട്ടിവച്ച് രക്ഷപ്പെടാം എന്ന് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശ്രമിക്കരുത്. അതൊരു വൃഥാശ്രമമായിരിക്കും. എന്താ 1977 തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനസംഘത്തിന്റെ സഹായത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. ഈ ശിവദാസന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ LK Advani പങ്കെടുത്തിരുന്നു എന്നുമെല്ലാമുള്ള പരാമർശങ്ങൾ പ്രതിപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ആദ്യം BJPയുടെ സഹായം നേടിയത് CPM-ആണ് എന്നുള്ളതാണ് ആശയം. ഇതെല്ലാം ഷമ്മി പഴകിത്തെളിച്ച ഒരു ആരോപണമല്ലേ. 1977 ജനസംഘം ഉണ്ടോ? 1977 ജനതാ പാർട്ടിയാണ് ഇവിടെ ഉള്ളത്. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടിയാണുള്ളത്. അവരാണ് 77 ഇടതുപക്ഷവുമായിട്ട് ധാരണയുണ്ടാക്കിയത്. 77-ലാണ്. പിന്നീട് RSSക്കാർ ജനതാ പാർട്ടിയിലുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഇതൊരു പ്രചരണമായിട്ട് വരുന്നുവെന്ന് കണ്ടപ്പോൾ 1979 തലശ്ശേരിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. സഖാവ് MV രാജഗോപാലൻ മാസ്റ്റർ ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വന്നുകൊണ്ടാണ് സഖാവ് VMS പറയുന്നത് ഞങ്ങൾക്ക് RSSൻ്റെ വോട്ട് വേണ്ട. ഈ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് CPIM. അതുകൊണ്ട് RSSുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു എന്ന് പറയുന്ന
ഈ ആക്ഷേപം എവിടെയും വിലപ്പോകുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ബന്ധം ഒരു ഘട്ടത്തിലും RSSുമായിട്ടുണ്ടായിട്ടില്ല. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ അത് തകർത്തവരെ കണ്ടെത്തട്ടെ. അതൊരു അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാരിനോട് പാർട്ടി ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായും CPM ഭരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്റെ സ്മാരകം തകർത്താരെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ബാധ്യത കൂടി പാർട്ടിക്കും സർക്കാരിനുമില്ല. UDF ഭരിക്കുന്ന കാലത്താണ് ആ സംഭവം ഉണ്ടായത്. അതിൻ്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തത് UDF ഗവൺമെൻറ്റാണ്. അന്ന് തന്നെ ഈ പ്രതികൾക്ക് ബന്ധമില്ല എന്നുള്ള പ്രശ്നം ഉയർന്നു വന്നൊരു കാര്യമാണ്. ഇപ്പോൾ കോടതി അവരെ കുറ്റവിമുക്തമാക്കി. അപ്പോൾ കോടതി എടുത്തിരിക്കുന്ന നിലപാട് വെച്ചുകൊണ്ട് ആരാണ് ഈ സംഭവം നടത്തിയെന്നുള്ളത് കണ്ടെത്താനുള്ള നടപടികൾ പോലീസ് വകുപ്പ് സ്വീകരിക്കേണ്ടതാണ്. ഏതായാലും ഈ ഉൾപ്പെടുത്തിയ ആളുകൾക്ക് ബന്ധമില്ല, UDF ഗവൺമെൻറ് കാലത്തൊരു കള്ളക്കേസ് ചാർജ് ചെയ്യുകയായിരുന്നു എന്ന് വ്യക്തമാകുകയാണ് ഇപ്പോൾ കോടതി വിധിയോടുകൂടി ചെയ്തിരിക്കുന്നത്. അത് കോടതി വിധി പരിശോധിച്ചുകൊണ്ട് ഗവൺമെൻറ് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. പ്രിൻസിപ്പൽ സെക്രട്ടറി എന്തായാലും സസ്പെൻഷനിലാണ്. ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഇടപെടലുകളടക്കം മുഖ്യമന്ത്രി ഓഫീസിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രി ഓഫീസിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ മാറ്റം ഉണ്ടാകുമോ? അത്തരത്തിലുള്ള ആലോചന പാർട്ടിയിലുണ്ടോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരോപണ വിധേയനായ ആളുകൾ ഒഴിവായി കഴിഞ്ഞല്ലോ. ശിവശങ്കരനായിരുന്നു ആരോപണ വിധേയനായ വ്യക്തി, അദ്ദേഹത്തെ ഒഴിവാക്കി. ഇപ്പോൾ ഉള്ള ആരെപ്പറ്റിയും ഒരു ആരോപണവും മന്ത്രി ഓഫീസിലില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ല. ഇപ്പോൾ അവരെല്ലാം ഒരു തരത്തിലുള്ള ആരോപണത്തിനും വിധേയരാകാത്തവരാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവരെ മാറ്റേണ്ടുന്ന യാതൊരു കാര്യവും ഇപ്പോഴില്ല. സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഉണ്ടോ ഇല്ലയോ എന്നല്ല പ്രശ്നം. ഇവിടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉണ്ടായിട്ടുണ്ട്. ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഇല്ലാത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസും കേരളത്തിൽ CPM ഭരണകാലത്ത്, ഇടതുപക്ഷം ഭരിച്ച കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ആർക്കും സാധിച്ചില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർക്ക് മാത്രമല്ലല്ലോ. ഇതെല്ലാം കണ്ടുപിടിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ, മാധ്യമങ്ങൾ. നിങ്ങൾക്ക് ആർക്കും എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വാർത്ത കൊടുക്കാൻ സാധിച്ചോ ഇത് സംബന്ധിച്ച ആ ഘട്ടത്തിൽ? ഇപ്പോൾ ധാരാളം വാർത്തകൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പാർട്ടിക്ക് ആര് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു? അല്ല, അങ്ങനെ ഒരു വിവരം പാർട്ടിക്ക് കിട്ടിയിട്ടില്ല. പാർട്ടി ആരും അറിയിച്ചിട്ടുമില്ല. ഗവൺമെൻറ് മുമ്പിലും അങ്ങനെ ഒരു പ്രശ്നം വന്നിരുന്നില്ല. അത് കഴിഞ്ഞ തവണ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, അതെല്ലാ ഇതിലും ഒരേ കാര്യത്തിന് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അന്ന് ഞാൻ അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ എന്നുള്ള നിലയിൽ മാത്രമേ ഏതൊരു ഗവൺമെൻറ്റും കാണുള്ളൂ. ശിവശങ്കരുടെയും അങ്ങനെ മാത്രമേ ഗവൺമെൻറ് കണ്ടിട്ടുള്ളൂ. അതുവരെ അദ്ദേഹത്തെ പറ്റിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവിശ്വസിക്കപ്പെടേണ്ടതൊരു പ്രശ്നം അതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പ്രശ്നം വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടി സ്വീകരിക്കേണ്ടി വന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ, മുൻകൂട്ടി വിലയിരുത്താൻ കഴിയില്ല. അദ്ദേഹം UDFൻ്റെ കാലത്തും വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരു IAS ഉദ്യോഗസ്ഥനാണ്. മർമ്മപ്രധാനമായ സ്ഥാനത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ ഗവൺമെൻറ് വന്നപ്പോഴും അങ്ങനെ ഒരു പ്രശ്നം നേരത്തെ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടില്ല. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഗവൺമെൻറ് നടപടി സ്വീകരിച്ചു. അതുകൊണ്ട് തുടർഭരണമൊന്നും ഇല്ലാതാകാൻ പോകുന്നില്ല. ഈ ഒരു പ്രശ്നം വെച്ചുകൊണ്ടല്ല തുടർഭരണം വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തെ അടിസ്ഥാനമാക്കിയിട്ടല്ല.
എന്താ കേൾക്കുന്നില്ല ഷമ്മി, ഒന്ന് ഉറച്ചു പറ. എം പി രാജേഷ്, നിങ്ങളുടെ ശബ്ദത്തിന് എന്തോ കുഴപ്പമുണ്ട്. 1.25 ലക്ഷം 1.25 ലക്ഷം ഡിസ്ട്രിക്റ്റുകളാണ് CPM കേരള പേജിൽ MP രാജേഷ് സർക്കാരിന്റെ നിയമനമായ മൊത്തം 5 ലക്ഷത്തോളം സബ്സിഡികളുള്ള പേജിൽ 50,000-ഓളം മേഖലകളിൽ 1.25 ലക്ഷം വിവാദമാണ് ഈ നിയമനങ്ങളുമായി കേരളത്തിൽ ഇതിനു മുമ്പുള്ള ഗവൺമെൻറ്റുകളും ഇപ്പോഴത്തെ ഗവൺമെൻറ്റും തമ്മിൽ നോക്കിയാൽ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയിട്ടുള്ളത് ഇപ്പോഴത്തെ ഗവൺമെൻറ്റാണ്. 1,42,000 പേർക്ക് LDF ഗവൺമെൻറ് വന്നപ്പോൾ PSC വഴി നിയമനം കൊടുത്തിട്ടുണ്ട്. ഇതൊരു സർവ്വകാല റെക്കോർഡാണ്. UDFൻ്റെ 5 കൊല്ലത്തിനിടയിൽ അന്ന് കൊടുത്തത് 1,10,000 ആയിരുന്നു. അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ LDF ഗവൺമെൻറ്റിന് ഈ 4 വർഷക്കാലം കൊണ്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിയമന നിരോധനം ഒരു ഘട്ടത്തിൽ UDF ഗവൺമെൻറ് ഏർപ്പെടുത്തി അവസാന ഘട്ടമായപ്പോൾ LDF ഗവൺമെൻറ് ആ നിയമന നിരോധനം എടുത്തു കളയുകയും ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും വേക്കൻസി ഇല്ലാത്ത വിധത്തിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പോൾ കേരള പോലീസിൽ 0 വേക്കൻസി ഉള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് കേരള പോലീസ്. അടുത്ത വർഷം ഉണ്ടാകുന്ന ഒഴിവ് കൂടി കണക്കാക്കിക്കൊണ്ടുള്ള നിയമനമാണ് കേരള പോലീസിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ PSC റാങ്ക് ഹോൾഡർമാർക്ക് നിയമനം കിട്ടാതെ വരുമ്പോൾ അസംതൃപ്തി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിന് കാരണം 100 പോസ്റ്റിലേക്ക് ഒരു ഒഴിവുണ്ടെങ്കിൽ PSCയുടെ സംവിധാനം അനുസരിച്ച് 500 പേരെയാണ് സാധാരണഗതിയിൽ റാങ്ക് ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കേണ്ടത്. 100 ഒഴിവുകൾക്ക് 500 പേരുടെ റാങ്ക് ലിസ്റ്റ് വരും. എന്നാൽ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായി. 100 ഒഴിവുണ്ടാകുമ്പോൾ അതിൽ 50 പോസ്റ്റ് റിസർവേഷൻ പോസ്റ്റാണ്. 50 പോസ്റ്റ് റിസർവേഷൻ പോസ്റ്റിലേക്ക് ആളില്ലാതെ വരുന്നു എന്ന് കണ്ട് അത് സപ്ലിമെൻ്ററി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണമെന്ന് നരേന്ദ്രൻ കമ്മീഷൻ ശുപാർശ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നിന് സംവരണത്തിന് 5 പേരെ അധികം റിപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ 100 പോസ്റ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അതിൽ 50 പോസ്റ്റ് റിസർവേഷൻ പോസ്റ്റ് ആകുമ്പോൾ 250 പേരെ കൂടി അധികം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പ്രസിദ്ധീകരിക്കണം. സ്വാഭാവികമായും ഇത്രയും ആളുകൾക്ക് തൊഴിലവസരം ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ ധാരാളം പേർക്ക് ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ജോലി കിട്ടാത്ത വിധത്തിലുള്ള സംവിധാനമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതിലേത് തരത്തിലാണ് മാറ്റം വരുത്താൻ കഴിയുക എന്നുള്ള കാര്യം ഗവൺമെൻറ് പരിശോധിക്കണം. അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഏർപ്പെടുത്തി, ഇത് എപ്പോഴും ഇതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്, റാങ്ക് ലിസ്റ്റിലുണ്ടാകും അവർക്ക് ജോലി കിട്ടില്ല. ഈ റാങ്ക് ലിസ്റ്റിലുള്ളവരെ നീട്ടിക്കൊടുക്കുന്നതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്, സുപ്രീം കോടതിയും സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആരും കോടതിയെ സമീപിക്കുന്നില്ലല്ലോ. കോടതി നേരത്തെ എടുത്ത നിലപാട് അങ്ങനെയാണ്, റാങ്ക് ലിസ്റ്റ് നീട്ടിക്കൊടുക്കാൻ പാടില്ല. നീട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഘട്ടത്തിലുള്ള എല്ലാ റാങ്ക് ലിസ്റ്റുകളും നീട്ടിക്കൊടുക്കണം. പോലീസിലുള്ള റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ 1 വർഷമാണ്, മറ്റ് റാങ്ക് ലിസ്റ്റുകൾ 3 വർഷമാണ്. അപ്പോൾ ഇതെല്ലാം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് നിയമനം കൊടുക്കുന്നത്. ഒരു പോസ്റ്റും വേക്കൻ്റായിട്ട് ഇടാൻ പാടില്ല എന്നുള്ളതാണ് ഗവൺമെൻറ് നിലപാട്. ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റ് വേക്കൻ്റായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അത്തരം ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ഗവൺമെൻറ് ഇപ്പോൾ തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക, സ്വാഭാവികമായിട്ടും അവർക്ക് ജോലി കിട്ടാതിരിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവും. അത് ഈ സിസ്റ്റം നിൽക്കുമ്പോൾ ധാരാളം പേർക്ക് റാങ്ക് ലിസ്റ്റുള്ളവർക്ക് ജോലി കിട്ടില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതിൽ പ്രായോഗികമായി എന്ത് മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ളത് പബ്ലിക് സർവീസ് കമ്മീഷനും PSCയും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. മാർച്ച് 18 വരെയുള്ള ഈ കാലാവധി അവസാനിക്കുന്ന റാങ്ക് ജൂൺ 19 വരെ നീട്ടിക്കൊടുത്തിരുന്നു. പക്ഷേ സർക്കാർ സ്ഥാപനങ്ങളിലും ഇപ്പോൾ ഈ സമയത്ത് പോലീസ് കാര്യമായി പ്രവർത്തിക്കാത്തതുകൊണ്ട് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാലാവധി നീട്ടിക്കൊടുത്ത് ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനം ചെയ്തിട്ടില്ല. വീണ്ടും കാലാവധി നീട്ടണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം, ഈ നിയമനങ്ങൾ എന്ന് പറഞ്ഞ സർക്കാർ പറയുന്ന കണക്കുകൾ ശരിക്കും നിയമനങ്ങളല്ല, നിയമന ശുപാർശകളാണ് എന്നാണ് ഉദ്യോഗാർത്ഥികൾ ഉപയോഗിക്കുന്ന മറ്റു കാര്യം. രണ്ടും രണ്ടാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. PSC പ്രസിദ്ധീകരിക്കുന്നത് റാങ്ക് ലിസ്റ്റാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവർക്ക് നിയമനം കിട്ടണമെന്നില്ല. ഒഴിവ് വരുന്നതിനനുസരിച്ചിട്ടാണ് നിയമനം കിട്ടുന്നത്. അത് ഹൈക്കോടതിയും സുപ്രീം കോടതിയും നിരവധി വിധികളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇത് സംബന്ധിച്ച് ന്യായമായിട്ടുള്ള ആക്ഷേപമാണെങ്കിൽ അവർക്ക് ഹൈക്കോടതിയെ സമീപിക്കാമല്ലോ.
ഗവൺമെൻറ് ഇങ്ങനെ ഒരു തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് അവർ കോടതിയെ സമീപിക്കാത്തത്? അപ്പോൾ അവർക്ക് തന്നെ കാര്യങ്ങൾ അറിയാം. കോടതിയുടെ നേരത്തെയുള്ള വിധിന്യായങ്ങൾ അവർ പറയുന്നതിന് അനുകൂലമല്ല എന്ന് മനസ്സിലായതുകൊണ്ടല്ലേ അവരാരും കോടതിയെ പോലും സമീപിക്കാത്തത്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടെങ്കിൽ ജുഡീഷ്യറിയെ സമീപിക്കാമല്ലോ. ആരും അത് ചെയ്തില്ലല്ലോ. നേരത്തെ സമീപിച്ചതിൻ്റെ വിധി അടിസ്ഥാനത്തിലാണിപ്പോൾ ഗവൺമെൻറ്റും PSCയും പ്രവർത്തിക്കുന്നത്. ഏകദേശം ആയില്ലേ ഇന്ന്? ഒരു കാര്യം ചോദിച്ചോട്ടെ. രമേശ് ചെന്നിത്തല ആഭ്യന്തര മന്ത്രിയായിരുന്നപ്പോൾ സ്വീകരിച്ച കേസിന്റെ കാര്യത്തിൽ BJP-ക്കാർക്ക് അനുകൂലമായി UAP ഒഴിവാക്കി കൊടുത്ത രീതിയിൽ സ്വീകരിച്ച നിലപാടാണ് ഇതിന്റെ BJP ബന്ധത്തിന്, BJP ചാരവിന് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേ നിലപാട് പാലത്തായി കേസിൽ ഈ പോക്സോ കേസ് ചുമത്താതെ ഇതേ ഇപ്പോൾ സർക്കാരിന്റെ അതും BJP മനോഭാവത്തിൻ്റെതാണോ? അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, പാലത്തായി കേസിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല. കോടതി തന്നെ അതിൻ്റെ തുടരന്വേഷണം പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ശക്തമായ നിലപാട് തന്നെയാണ് ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും യാതൊരു സഹായവും ആ കാര്യത്തിൽ ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള നിലപാട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉയർന്ന പോലീസ് ഓഫീസർമാരെ വെച്ചുകൊണ്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമാനുസൃതമായ നടപടി ആ കാര്യത്തിൽ സ്വീകരിക്കും. ഒരു സംരക്ഷണവും ആർക്കും ഇത്തരം ആൾക്ക് ഈ ഗവൺമെൻറ് കാലത്ത് ലഭിക്കില്ല. വിമർശനങ്ങൾ ഉന്നയിക്കുന്ന മാധ്യമങ്ങളെ മുമ്പ് പല പാർട്ടികളും ബഹിഷ്കരിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്ത പാർട്ടിയാണ് CPM. ആ CPM ഇപ്പോൾ ചില മാധ്യമങ്ങളെ ചർച്ചകളിൽ നിന്ന് വിലക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒപ്പം തന്നെ ഈ മന്ത്രിമാരോട് പോലും ഈ ചർച്ചകളിൽ അല്ലെങ്കിൽ പ്രത്യേക അഭിമുഖങ്ങൾ നൽകേണ്ട നിർദ്ദേശം ശരിയാണ്? മന്ത്രിമാർ ഈ പറയുന്ന എല്ലാവരുടെയും സ്വത്തല്ലേ? മന്ത്രിമാർക്ക് അങ്ങനെയൊരു നിർദ്ദേശം CPM കൊടുത്തിട്ടില്ല. മന്ത്രിമാർ ഏത് ചാനലിൽ പോകണം എന്നുള്ളതെല്ലാം മന്ത്രിമാർ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് അവർക്ക് സ്വയം തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഒരു ചാനൽ ചർച്ചയിൽ CPM-ൻ്റെ പ്രതിനിധികൾ ഇപ്പോൾ പോകുന്നില്ല. അത് എന്തുകൊണ്ടുണ്ടായി എന്ന ചാനൽ ചർച്ചക്കാർ തന്നെയാണ് പരിശോധിക്കേണ്ടത്, മേധാവികൾ തന്നെയാണ് പരിശോധിക്കേണ്ടത്. ഞങ്ങൾ ഈ നിലപാടേ സ്വീകരിക്കുള്ളൂ, ഞങ്ങൾ ഈ നിലപാട് മാറ്റില്ല എന്ന ചാനൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പിന്നെ അവിടെ പോയി ഇവർ സമയം മെനക്കേണ്ട കാര്യം എന്താ? പോകുന്ന ആളുകളോട് അവർക്ക് പറയാനുള്ള അവസരം കൊടുക്കാത്തൊരു ചാനൽ ചർച്ചയ്ക്ക് പോകേണ്ട കാര്യം എന്താണ്? അതുകൊണ്ടാണ് ആ ചാനലിൻ്റെ ചർച്ചയിൽ പോകേണ്ടതില്ല എന്ന് CPM തീരുമാനിച്ചത്. അവരുടെ നിലപാട് അവർ വ്യക്തമാക്കിയത് ഞങ്ങൾ ഈ നിലപാട് തുടരുമെന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരാണ്, CPM-നെതിരായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങളിത് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നൊരു ചാനലിനെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആ ചാനലിൻ്റെ തലവൻ BJP-യുടെ MP-യാണ്. ആ താല്പര്യം അവർ സംരക്ഷിക്കട്ടെ, ആ നിലപാട് അവർ സ്വീകരിക്കട്ടെ. ഞങ്ങൾക്കതിൽ യാതൊരു പ്രയാസമില്ല. അതുകൊണ്ട് അവരാണ് തീരുമാനം പുനഃപരിശോധിക്കേണ്ടത്. അവരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ഈ വാർത്താ സമ്മേളനങ്ങൾ വന്ന് നടത്തുന്നുള്ളതാണ്. അതൊരു തൊഴിലിനെ തന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ? മാധ്യമപ്രവർത്തകർ തന്നെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നത് ആരോപണങ്ങൾക്ക് എന്ത് അടിസ്ഥാനമാണ്? മാധ്യമപ്രവർത്തകന്മാർക്കെല്ലാം സ്വതന്ത്രമായ അഭിപ്രായമുണ്ട്. മാധ്യമപ്രവർത്തകന്മാർ നല്ല കഴിവുള്ളവരുമാണ്. ഒട്ടേറെ ആളുകൾ നല്ല വ്യക്തിത്വമുള്ളവരുമാണ്. പക്ഷെ അവരുടെ വ്യക്തിത്വവും കഴിവും ചില മാധ്യമങ്ങളിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങളതിനെ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു വാർത്ത നിങ്ങൾക്ക് അതേപടി കൊടുക്കാൻ ഏത് മാനേജ്മെൻറ്റാണ് ഇപ്പോൾ സ്വാതന്ത്ര്യം നൽകുന്നത്? എല്ലാ മാധ്യമങ്ങൾക്കും താല്പര്യങ്ങളില്ലേ? എല്ലാ മാധ്യമങ്ങളും ഒന്നുകിൽ അതിൻ്റെ മാനേജ്മെൻറ്റ് താല്പര്യം സംരക്ഷിക്കാനില്ലേ? ചിലത് പാർട്ടി ആഭിമുഖ്യത്തിലുള്ള മാധ്യമങ്ങൾ അവരുടെ താല്പര്യം സംരക്ഷിക്കില്ലേ? അപ്പോൾ ആ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയാണല്ലോ ചാനലിലെ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഓരോരുത്തരെയും നിർദ്ദേശം കൊടുക്കുക. അത് സ്വാഭാവികമായിട്ട് മാനേജ്മെൻറ്റ് താല്പര്യം പ്രകടിപ്പിക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറാവും. അപ്പോൾ ആ മാനേജ്മെൻറ്റ് നടത്തുന്ന അവരുടെ താല്പര്യമാണ് CPM-നോട് സ്വീകരിച്ചിരിക്കുന്ന സമീപനം. അതവർ തുടരട്ടെ, ഞങ്ങൾക്കതിൽ യാതൊരുവിധ ആക്ഷേപമില്ല. അത് അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഈ നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട് എന്ന് അവർ അംഗീകരിക്കണം. ഞങ്ങളോട് ഇങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ ആ ചാനൽ നടത്തുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ അത് സ്വാതന്ത്ര്യമാണെന്നാണല്ലോ പറയുന്നത്. നിങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട് എന്ന് അംഗീകരിച്ച് തരണം. അതാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത്. ഈ കഴിഞ്ഞ രാജമലപാടത്തിലും കരിപ്പൂരിലും മുന്നോടിയായി പല അവസരങ്ങളിലും മന്ത്രിമാരെ ബന്ധപ്പെടുമ്പോൾ മന്ത്രിമാർ തന്നെ അറിയിക്കുന്നത് തങ്ങൾക്ക് പാർട്ടി നിർദ്ദേശമുണ്ട്, പ്രതികരിക്കാൻ കഴിയില്ല എന്നതാണ്. ഒരു ഔദ്യോഗികമായ നിർദ്ദേശമൊന്നുമില്ല എന്ന് പാർട്ടിക്ക് അവകാശപ്പെടാം. പക്ഷേ ആ ബഹിഷ്കരണം യാഥാർത്ഥ്യം. അല്ല, മന്ത്രിമാർക്ക് പാർട്ടി ഒരു നിർദ്ദേശം അങ്ങനെ കൊടുക്കാറില്ല. നയപരമായ പ്രശ്നങ്ങൾ മാത്രമേ നിർദ്ദേശം കൊടുക്കാറുള്ളൂ. ആരോട് സംസാരിക്കണം,
ഇന്നേ ചാനലിൽ പോകണ്ട എന്നൊന്നും മന്ത്രിമാർക്ക് പാർട്ടി നിർദ്ദേശം കൊടുക്കാറില്ല. അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവർ ചിലപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു മന്ത്രി വരുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അതൊരു വ്യക്തിപരമായി എടുത്ത തീരുമാനമാണ്. പാർട്ടി നിർദ്ദേശപ്രകാരം അങ്ങനെ ഒരു നിർദ്ദേശവും ഒരു മന്ത്രിക്കും പാർട്ടി കൊടുക്കില്ല. അങ്ങനെ ഒരു തീരുമാനം മന്ത്രിക്ക് എടുക്കാൻ കഴിയുമോ? കാരണം മന്ത്രി ഒരു പാർട്ടി അംഗമെന്നതിനപ്പുറം ജനങ്ങളുടെയും മൊത്തത്തിൽ സമൂഹത്തിന്റെയും സ്വത്തല്ല. മന്ത്രിക്ക് അത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഏതെങ്കിലും ചാനലിലേക്ക് പോകാതിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ എല്ലാ ചാനലുകളും വിളിച്ചാൽ എല്ലാ മന്ത്രിമാർക്കും ചിലപ്പോൾ പോകാൻ കഴിഞ്ഞെന്ന് വരില്ല. അവരുടെ സൗകര്യം കൂടി നോക്കിക്കൊണ്ടായിരിക്കും ചില മന്ത്രിമാർ ഇപ്പം ഞങ്ങൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അത് അവരോട് ചോദിച്ചാലേ പറയാൻ സാധിക്കൂ. ഈ വിഷയം എനിക്കറിയില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. എങ്ങനെ എന്താ ആരോ പറയാൻ നോക്കും? ഒരു കാര്യം, അതായത് ഈ RSS പ്രവർത്തകരെ കോൺഗ്രസിൽ അംഗത്വം നൽകുന്ന ഒരു ചരിത്രം സഖാവ് പറയുക. 1949 ചരിത്രം വിവരിച്ചിട്ട് അങ്ങ് പറഞ്ഞു. ഇത് അങ്ങനെ ചിന്തിക്കുന്നവർ ഇന്നും കോൺഗ്രസിലുണ്ട് എന്നാണ് അങ്ങ് പറഞ്ഞത്. ഇതേ രീതി CPM സ്വീകരിക്കുന്നില്ലേ? RSS കഴിഞ്ഞ ദിവസം പോലും തിരുവനന്തപുരത്ത് BJP വിട്ടൊപ്പം CPM സ്വീകരിച്ചിട്ടുണ്ട്. OK വാസു ഉൾപ്പെടെയുള്ളവരെ CPM അംഗത്വം നൽകിയിട്ടുണ്ട്. CPM സ്വീകരിക്കുന്ന അതേ നിലപാട് കോൺഗ്രസിന് പാടില്ല എന്നാണോ ഇപ്പോഴത്തെ പറയുന്നത്? അത് BJP വിട്ടുവരുന്നവരെയാണ് CPM എടുക്കുന്നത്. RSS വിട്ടുവരുന്നവരെയാണ് CPM എടുക്കുന്ന ഭാഗമായിട്ട് മാറ്റുന്നത്. അല്ലാതെ RSSൽ മെമ്പർഷിപ്പ് എടുക്കുക, CPMൽ മെമ്പർഷിപ്പ് എടുക്കുക, ഇത് CPMൽ നടക്കില്ല. കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുക്കുന്നത് RSS മെമ്പർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസ് മെമ്പർഷിപ്പ് കൊടുക്കാനാണ് അന്ന് തീരുമാനിച്ചത്. അതാണ് അന്ന് നെഹ്റു തിരുത്തിയത്. CPMൽ വേറൊരു പാർട്ടിയിൽ മെമ്പറായ ഒരാളെ CPMൽ മെമ്പറാക്കില്ല. അത് CPMൽ ഒരു കാലത്തും വേറൊരു പാർട്ടിയിലെ മെമ്പർക്ക് CPMൽ സ്ഥാനം ഉണ്ടാവില്ല, മെമ്പറാക്കി മാറ്റുകയില്ല. RSS വിട്ടവർക്ക് CPMലേക്ക് വരാം, കോൺഗ്രസ് വിട്ടവർക്ക് CPMലേക്ക് വരാം. അത് CPM എല്ലാ കാലത്തും സ്വീകരിക്കുന്ന സമീപനം തന്നെയാണ്. RSS മെമ്പർഷിപ്പ് എടുക്കുക, അവർ തന്നെ CPMൽ മെമ്പറാകുക, അത് നടക്കുന്ന കാര്യമല്ല. കോൺഗ്രസ്സിൽ അതാണ് അന്ന് സ്വീകരിച്ചത്. നെഹ്റു പിന്നീട് തിരുത്തേണ്ടി വന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിടയിൽ വലിയൊരു ദുരന്തം, 2 വലിയ ദുരന്തങ്ങൾ നമ്മൾക്കിടയിൽ ഉണ്ടായി. ആ ഒരു സമയത്ത് സർക്കാർ എടുത്ത ഒരു നിലപാട്, ഈ ദുരന്ത ഭൂമിയിൽ ഉള്ള ആൾക്കാർക്ക് നൽകിയ ധനസഹായത്തിൽ 2 നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. അതിൽ പാർട്ടിയുടെ നിലപാട് എന്താണ്? 2 തരത്തിലാണ് അവർക്ക് ധനസഹായം നൽകാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടത്. അത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞ കാര്യമല്ലേ? നിങ്ങൾ ഏതോ മാധ്യമ പ്രവർത്തകന്മാർ ഇന്നലെ ആ കാര്യം ചോദിക്കുകയും മുഖ്യമന്ത്രി അതിന് വിശദീകരണം കൊടുക്കുകയും ചെയ്തു. അത് ആദ്യഘട്ടത്തിലുള്ളൊരു സഹായമാണ് അവിടെ മൂന്നാറിൽ നൽകിയിട്ടുള്ളത്. അവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള സഹായം, മറ്റ് സഹായങ്ങളെല്ലാം ഗവൺമെൻറ് ചെയ്യും. അതുകൊണ്ടൊരു പ്രത്യേകതയും ആ കാര്യത്തിൽ ഗവൺമെൻറ് എടുക്കില്ല. അർഹമായിട്ടുള്ള എല്ലാ ഇതും കൊടുക്കും. ഇപ്പോൾ വിമാന ദുരന്തത്തിലുണ്ടായതിനൊരു ആശ്വാസം പ്രഖ്യാപിച്ചു. ഇവിടെ ഈ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ തുക ഇവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അത് സ്ഥിതിഗതികൾ പരിശോധിച്ചുകൊണ്ട് ചെയ്യാം എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കട്ടെ എന്നുള്ളതാണ് പാർട്ടിക്കുള്ള അഭിപ്രായം. അല്ല, ഞാൻ ഉദ്ദേശിച്ച പ്രശ്നം അങ്ങനെയുള്ള ഒരാളെ തന്നെ നോക്കി എന്തിനു നിശ്ചയിച്ചു? കോൺഗ്രസിൻ്റെ ആളുകളില്ലേ, അനുഭാവികളില്ലേ? അത് കോൺഗ്രസ്സുകാർ ആലോചിക്കട്ടെ. ഞാനീ പറഞ്ഞ കാര്യം ഇത് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന്. കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ മാറ്റിയത് അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായം RSS പറഞ്ഞതിന് വിരുദ്ധമായിപ്പോയി എന്നതുകൊണ്ട് മാറ്റിയതാണ്. അത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി മാറ്റിയതായിരിക്കാം. ഞങ്ങൾക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊന്നും ഞങ്ങൾക്ക് ബന്ധമില്ല. CPMൽ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനും മെമ്പറുമല്ല. അതുകൊണ്ട് ഏത് കസ്റ്റംസിൽ ആരെ വേണമെങ്കിലും മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ഗവൺമെൻറ് കാര്യമാണ്. ഞങ്ങൾ അതിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നുമില്ല. അല്ല, പഴയ രാഷ്ട്രീയ ബന്ധമുള്ള ആളെ തന്നെ നോക്കിപ്പിടിച്ച് നിശ്ചയിക്കേണ്ട കാര്യം എന്തായിരുന്നു? അങ്ങനെ പഴയ രാഷ്ട്രീയ ബന്ധമുള്ള കോൺഗ്രസ്സുകാരില്ലേ? ആ കോൺഗ്രസ്സുകാരെ ആരെങ്കിലും ഒരു ആളെ നിശ്ചയിച്ചാൽ പോരായിരുന്നോ?
ഇങ്ങനെ ഒരാളെ തന്നെ നോക്കി നിശ്ചയിക്കേണ്ട കാര്യം എന്തായിരുന്നു? അതാണ് ഞാൻ ഉന്നയിക്കുന്ന ആക്ഷേപം. ബാക്കിയുള്ള ആളുകളെല്ലാം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആളുകളെയാണല്ലോ നിശ്ചയിച്ചിരിക്കുന്നത്. കോൺഗ്രസ്സിലുള്ള ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇങ്ങനത്തെ ഒരാളെ എന്തുകൊണ്ട് പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് നിശ്ചയിച്ചിട്ടില്ലല്ലോ? എന്തുകൊണ്ട് ചെന്നിത്തല ഇങ്ങനെ നിശ്ചയിച്ചു? ഇതിനെയാണ് ഞാൻ ആക്ഷേപിക്കുന്നത്. അത് അവർ പരിശോധിക്കട്ടെ ഇത് ശരിയാണോ തെറ്റാണോ എന്ന്. ശരി, നമുക്കിന്ന് കുറച്ച് അധികമായി പോയി. ഞായറാഴ്ച ആയതുകൊണ്ട് നിങ്ങൾക്ക് തിരക്കില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇരുന്ന് പോകുന്നതാണെന്നുകൊണ്ട് അപ്പോൾ നമുക്കിന്ന് നിർത്താം. എല്ലാവർക്കും നന്ദി.